പേര് സിയോൺ. എൻ്റെ വീട് അങ്കമാലിയിലാണ്. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, ചേട്ടൻ, അമ്മൂമ്മ ഇവരൊക്കെയാണ് ഉള്ളത്. ഞാൻ 1-ാം ക്ലാസ് മുതലാണ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയതൊക്കെ. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഫുട്ബോൾ പ്ലെയർ ആവണം എന്നായിരുന്നു. സിയോൺ ചെറുതിലെ ഇങ്ങനെ 3-ാം ക്ലാസ് തുടങ്ങി സിയോൺ ഫുട്ബോളിൻ്റെ ഭയങ്കര ഇതായിരുന്നു. കളിക്കാൻ പോകണം പുള്ളിക്ക്. എവിടെയായാലും ഫുട്ബോളിനോട് പുള്ളിക്ക് ഭയങ്കര എത്ര മഴയായാലും പനിയായാലും അവൻ കളിക്കാൻ പോകും. ചെറിയ നീരുവീഴ്ച പനിയൊന്നും കൂട്ടാക്കാറൊന്നുമില്ല. പപ്പയ്ക്ക് പണിയില്ലെങ്കിലും പപ്പയുടെ നിന്ന് പൈസ തട്ടിപ്പറിച്ച് വെച്ച് ഈ അത്താണി ഈഗിൾസിൽ ആലുവയിലാണ് ആദ്യം പോയിരുന്നത്. അപ്പോൾ പപ്പ പറയും പൈസ ഇല്ല എന്നൊക്കെ പറയും. അവനത് കൂട്ടാക്കില്ല. പൈസ മേടിച്ചുകൊണ്ട് ഫീസ് കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മേടിച്ച് തല്ലിട്ട് മേടിച്ചുകൊണ്ട് പോകും. ഞാൻ പണ്ടൊക്കെ കളിക്കാൻ പോകുമ്പോൾ അപ്പനും അമ്മയൊക്കെ ചീത്ത പറയും, കളിക്കാൻ പോയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇപ്പം അങ്ങനെ പറയാറില്ല. കളിക്കാൻ പോവാണ്ട് പഠിക്കാൻ പോകാൻ പറയില്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറയുള്ളൂ. സിയോനെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതിൽ എനിക്ക് താല്പര്യം കൂടുതലുണ്ട്. ഇവന് ഫോർവേഡ് വിങ്ങിൽ കളിക്കണമെന്ന് എനിക്കറിയാം. പണ്ടും കൊണ്ടൊക്കെ ഒരു വിധം മാന്യമര്യാദയിൽ അടക്കക്കൊതിയോട് പോകണം കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ആദ്യം ചെറുപ്പത്തിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന പാടത്തുള്ള കളിക്കുന്നത്. നമ്മളൊക്കെ അന്നേരം സ്കൂളിൽ വിട്ട് 4 മണിക്ക് എത്താതെ കളിക്കാൻ പോകും. അത് 7 മണിയാകുമ്പോൾ 4 മണി 5 മണി 5 മണിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് 7 മണി വരെ അവിടെ കിടന്ന് ചെളി കിടന്ന് കളിക്കും. പിന്നെ ഞാൻ കളിക്കാൻ പോകുമ്പോഴൊക്കെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെയാണ്. കുറച്ച് പേര്, അഖിൽ ചേട്ടൻ, ആക്സൻ ചേട്ടൻ, റിയാൻ ചേട്ടൻ, ആരോമൽ ചേട്ടൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാറ്. പിന്നെ ഷാജി ചേട്ടനൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചെറുപ്പം തൊട്ട് ഇവിടെയാണ് ഞങ്ങൾ. ഇവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കാറൊക്കെ വർത്താനം പറയാനൊക്കെ. അപ്പോൾ അന്നോട്ട് കുഞ്ഞു തൊട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പോൾ തന്നെ ചെറുപ്പം തൊട്ട് തന്നെ അറിയായിരുന്നു എവിടെയെങ്കിലും എത്തും, എന്തെങ്കിലും ടീമിൽ കളിക്കണം. അവൻ തന്നെ പറയായിരുന്നു എപ്പോഴും എവിടെയും നല്ല ടീമിൽ കളിക്കണം, എത്തിപ്പെടണം എന്നൊക്കെ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ക്ലാസ്സുള്ള സമയത്തൊന്നും എന്നെ ഒന്നും ക്യാമ്പിന് വിടാറില്ല ടീച്ചർമാർ. അപ്പോൾ നിഷി ടീച്ചറാണ് എന്നെയൊക്കെ കൊണ്ടുപോകാറ് ക്യാമ്പിന്. പണ്ടൊക്കെ ഞാൻ കളിക്കാൻ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും വണ്ടിയില്ലാത്തതുകൊണ്ട് എൻ്റെ ചേട്ടന്മാരൊക്കെ രാവിലെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് കൊണ്ടാക്കാറ്. നമ്മൾ കളിയൊക്കെ വയ്ക്കുമ്പോൾ പരീക്ഷയാണെങ്കിൽ പിറ്റേ ദിവസം പരീക്ഷയാണെങ്കിൽ കൂടിയും വീട്ടുകാർ പോകണ്ടെന്ന് പറഞ്ഞാലും പുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിക്കാനായിട്ട് വരും. കളിയാണ് പുള്ളിക്ക് കാര്യം. പഠിത്തമൊക്കെ ഉണ്ട്, എന്നാലും കളിയാണ് പുള്ളിക്ക് മെയിനായിട്ട് ഇൻട്രസ്റ്റ്, പാഷനൊക്കെ. ചേട്ടന്മാർ കൂടുതൽ എന്ത് കാര്യത്തിനായാലും പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാനും ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇവിടെ അയൽക്കത്തെ ചേച്ചിമാരൊക്കെ പറയും ഇങ്ങനെ കളിച്ച് നടന്നാൽ പഠിക്കുകയൊക്കെ ചെയ്യണ്ടേ, പഠിത്തവും വേണമെന്ന് പറയും. അപ്പം പറയാം അത് കൂട്ടാക്കൂല, അവന് കളിയാണ് ജ്വരം കയറിയേക്കണേന്ന് ഞാൻ പറയാറുണ്ട്. അഖിൽ ചേട്ടൻ ഇവൻ്റെ കൂട്ടുകാർ ഫുട്ബോൾ കളിക്ക് പൈസ ഇല്ലെങ്കിൽ ഇവനെ വിളിച്ച് കൊണ്ടുപോകും കളിക്കാനായിട്ട്. ഇപ്പോൾ ടർസി കളിക്കണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ, കൂട്ടുകാർ കൊണ്ടുപോകും. ചേട്ടന്മാരെല്ലാവരും വന്ന്, ഇവനെ ചെറുത് എല്ലാവരും വന്ന് കളിക്കാൻ കൊണ്ടുപോകും. ഞങ്ങളുടെ കൂടെ കളിക്കണില്ലെങ്കിൽ ഇപ്പോൾ മാച്ച് കളിക്കാൻ പോകാനാണെങ്കിലും എവിടെ കളിക്കാൻ പോയാലും കൂട്ടത്തിൽ പ്രായം കുറവ് അവനപ്പോൾ. പിന്നെ എനിക്ക് കളിക്കാൻ പോകുമ്പോൾ വണ്ടി കാശൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ഇവരൊക്കെയാണ് പൈസ തരാറ്. മനച്ചേട്ടനൊക്കെ എന്നെ എപ്പോഴും സഹായിക്കും. സിയോൺ നമ്മുടെ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ. ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് അങ്ങനെ ഒരാൾ ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കായിക രംഗവുമായി ബന്ധപ്പെട്ട് ഒരു പുറത്തു പോയി അങ്ങനെ ഒരു ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് പോവുകയും ഇതിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സൂപ്പർ ലീഗ് കേരള ഇവരെ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രദേശം മൊത്തം ഇതിങ്ങനെ അറിയാനും അവനൊരു പ്രതീക്ഷയുണ്ട്. ഇതിനകത്ത് വലിയ പ്രതീക്ഷയുണ്ട്. അവന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ടർഫിൽ പോയി കളിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് മാർട്ടിന് കിട്ടുന്ന തുച്ഛമായ പൈസയെന്ന് 100 രൂപ കൊടുക്കണമല്ലോ ഒരു മണിക്കൂർ കളിക്കണമെങ്കിൽ. അങ്ങനെ വിട്ടിട്ടാണ് അവന് ആ ഒരു പ്രാക്ടീസ് കിട്ടിയത്. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് സെലക്ഷൻ കിട്ടി സൂപ്പർ ലീഗ് കേരളയിലേക്ക് കയറാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. മലേഷ്യയിൽ പോകാൻ പറ്റിയത്. ഞാൻ ഒരു ദിവസം വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കായിരുന്നു. അപ്പം എനിക്ക് ഒരു കോൾ വന്നു, ഇങ്ങനെ സൂപ്പർ ലീഗ് കേരളയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയാലും ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പനും അമ്മയൊക്കെ ആകെ ഞെട്ടി. അമ്മയൊന്നും വിശ്വസിച്ചില്ല ഞാൻ പറ്റിക്കണതാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. ആള് ചേട്ടന്മാരോട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ എങ്ങനെ പോയപ്പോൾ പറഞ്ഞു അമ്മച്ചി ഇങ്ങനെ എനിക്കിങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, മലേഷ്യക്ക് പോകാനെ വിളിച്ചു എന്ന് പറഞ്ഞു. നീ ഞങ്ങളെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അല്ല അമ്മച്ചി ഞാൻ പറ്റിക്കുന്നതല്ല, ഞാൻ കാര്യമായിട്ടിട്ട് പറയണേന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ ആൾ ഫോൺ കട്ട് ചെയ്തു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ സിയോൺ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് പറയുന്നു, വിളിച്ചു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ അയച്ചെന്ന ഫോട്ടോ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ അവരൊക്കെ ആകെ സന്തോഷമായി.
ഇനിയിപ്പോൾ നാളെ ഒരിക്കലും നമുക്ക് ഒരു ഇന്ത്യൻ ടീമിലൊക്കെ കളി കാണാൻ ആഗ്രഹമുണ്ട്. അതേപോലെ ടാലൻ്റ് ഉണ്ട് അവന് കളിക്കാനുള്ള. അപ്പോൾ അതേപോലെ ആയിത്തീരട്ടെ. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊഫഷണൽ ഫുട്ബോളർ ആവണം, ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, ഇന്ത്യക്ക് വേണ്ടി കപ്പെടുക്കണം എന്നുള്ളതാണ്. നല്ലൊരു കളിക്കാരനായി പുറത്തേക്കൊക്കെ പോകാൻ ഭാഗ്യം അവനുണ്ടാവട്ടെ എന്ന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും അതേപോലെ വേൾഡ് കപ്പ് കളിക്കാൻ ഇപ്പോഴേ ഒരു 6 വയസ്സുള്ള പിള്ളേരിൽ നിന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ 11 സൈഡ് ക്യാമ്പ് തുടങ്ങി അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടാൻ അവസരം ഉണ്ടാവും. എന്നെ പോലത്തെ ഒരു സാധാരണക്കാരന് ഒരിക്കലും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് സൂപ്പർ ലീഗ് കേരള ഒരുക്കി തന്നത്. എന്തായാലും നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അവരെടുക്കണേ. ഇത് അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നല്ലതായിരിക്കും. ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ അവരുടെ കഴിവൊക്കെ കണ്ടെത്താൻ നല്ലൊരു വേദിയായിരിക്കും ഇത്. സൂപ്പർ ലീഗ് കേരളോട് ഇങ്ങനെ അവനൊരു ചാൻസ് കിട്ടിയാലും അവന് പോയി വന്നതിലും അവന് നല്ല സന്തോഷമുണ്ട്.